രണ്ട് മൂന്ന് ചോദ്യങ്ങൾ. അതായത് ലീഗ് ഒരു തീവ്രവാദ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ് നിലപാട് അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലല്ലോ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്തോ എന്നാണ് ചോദിക്കുന്നത്. എന്റെ ചോദ്യമാണ് അങ്ങോട്ട് ഉണ്ടോ ഇല്ലയോ. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ. പിന്നെന്താ പ്രശ്നം? ലീഗ് മതേതര ജനാധിപത്യ പാർട്ടിയായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഭൂരിപക്ഷം നേതാക്കളുടെയും പ്രസ്താവനകൾ അങ്ങനെയാണ്. അതിൽ ചില ആൾക്കാരുടെ പറഞ്ഞല്ലോ. എന്റെ ഉത്തരം അങ്ങ് പറഞ്ഞു. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് അല്ലേ എന്റെ ചോദ്യം മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. ഒരു മിനിറ്റ് അല്ല, ഇതിനോട് ചേർത്ത് പറഞ്ഞോളൂ, ഇതിനോട് ചേർത്ത് പറഞ്ഞോളൂ. അതിലെ ചില നേതാക്കളുടെ പ്രസ്താവനകൾ അങ്ങ് പറഞ്ഞു. എന്റെ ഉത്തരം പാതി വെച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്റെ ഉത്തരം മതി. എടാ സ്റ്റുഡിയോവേ, എന്റെ സംഭാഷണം എടുത്തില്ലെങ്കിലല്ല പറഞ്ഞോളൂ. പൂർണ്ണമാവണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. എന്റെ ഉത്തരം ഇങ്ങനെയാണ്. മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള CPM നിരീക്ഷണം ന്യൂനപക്ഷ വിഭാഗത്തിലെ ജനാധിപത്യ പാർട്ടിയാണ്. എന്റെ നിരീക്ഷണം അങ്ങനെ തന്നെയാണ്. മതേതര മുഖമുണ്ട് CH മുഹമ്മദ് കോയയുടെ പാർട്ടിക്ക്, മുനീറിന്റെ പാർട്ടിക്ക്, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിക്ക് ഒരു മതേതര മുഖമുണ്ട്. പക്ഷേ KM ഷാജി പറയുന്നത് മതേതര മുഖമല്ല, മതമാണ് പാർട്ടി എന്ന് പറയുന്നതും പാർട്ടിയിൽ നിന്ന് പോയാൽ ദീൻ നഷ്ടപ്പെടുമെന്ന് പറയുന്നതും ഒരു മതേതര സ്വഭാവമുള്ള പ്രസ്താവനയല്ല. കാസർഗോഡ് ഒരു ലീഗ് നേതാവിന്റെ കാര്യം കൂടി അങ്ങ് എടുത്ത് പറഞ്ഞു അല്ലെ, രണ്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ CPM ചില ആൾക്കാരും പറയുന്നുണ്ട്, CPM നേതാക്കൾ കടകംപള്ളി പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തിന് വർഗീയ മുഖമാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്.